നമസ്കാരം. സാഫിർജാൻ EXന്റെ പുതിയ അക്കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പറയുന്നൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഭാഗമാണ്, അതായത് ക്വിക്ക് ബുക്ക് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്വിക്ക് ബുക്ക് സോഫ്റ്റ്വെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഈ ഒരു വീഡിയോ നോക്കിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ക്വിക്ക് ബുക്കിൽ വരുന്ന നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അത് കണ്ട ശേഷം നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഞാനിതിൽ ചെയ്തു വച്ചിരിക്കുന്നത് മൈ കമ്പ്യൂട്ടറിൽ ലോക്കൽ ഡിസ്ക് ഇയിലെ സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് ക്വിക്ക് ബുക്കിൻ്റെ സോഫ്റ്റ്വെയർ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനത് കോപ്പി ചെയ്ത് വെച്ച ഫയലാണത്. നമ്മൾ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഫയൽ ഇൻട്യൂട്ട് ക്വിക്ക് ബുക്ക് പ്രോ പ്ലസ് എന്ന് പറഞ്ഞൊരു ഫോൾഡറാണുള്ളത്. അതിനകത്ത് നമ്മൾ എൻ്റർ ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ക്വിക്ക് ബുക്ക് പ്രോ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് ഫയലുകളും കാണാൻ പറ്റും. ഇതിൽ ഈ ഇൻട്രൊഡക്ഷൻ ബൈ എന്നുള്ള ഈ ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക. ഓപ്പൺ ചെയ്തിട്ടൊന്ന് മിനിമൈസ് ചെയ്ത് വെച്ചോളാം. കാരണം നമുക്കതിൽ സീരിയൽ നമ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനതൊന്ന് മിനിമൈസ് ചെയ്ത് വെച്ചത്. ഇനി ക്വിക്ക് ബുക്ക് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ അതിൻ്റെ ഇൻസ്റ്റാളേഷൻ ഫയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻസ്റ്റാളേഷൻ ഫയൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഓപ്പണായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഓപ്പണായി വരുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിൽ എസ് കൊടുക്കുക. എസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ക്വിക്ക് ബുക്ക് ചോദിക്കുന്നത് വെൽക്കം ടു ദി ഇൻസ്റ്റാൾ ഷീഡ് വിസാർഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഒരു വിൻഡോ വരും. അതിൽ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഡൗൺലോഡ് ആവാനുള്ളത് ഇങ്ങനെ പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഒരു പക്ഷേ നമുക്ക് കുറച്ച് ടൈം പിടിക്കും. ക്വിക്ക് ബുക്ക് നമുക്ക് ഇൻസ്റ്റാൾ ആയി തീരാൻ കുറച്ച് നമുക്ക് ടൈം പിടിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വളരെയധികം ക്ഷമാപൂർവ്വം നമ്മൾ ഇരുന്നിട്ട് വേണം ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, പ്രോഗ്രസ് ആകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഏതാണ്ട് പകുതി ആയിട്ടുണ്ട്, പകുതി കഴിഞ്ഞിട്ടുണ്ട്, മുക്കാൽ ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആകെ കുറഞ്ഞ ഭാഗം മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്വിക്ക് ബുക്ക് വന്നിട്ടുണ്ട്. വെൽക്കം മീറ്റ് ക്വിക്ക് ബുക്ക് എന്നൊരു വിൻഡോ ആണ് ഇപ്പോൾ വന്നത്. അതിൽ താഴെ നമുക്ക് ഇനി നെക്സ്റ്റ് കൊടുക്കണം. ഇത് കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഭാഗത്തോട്ട് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടിക്കുന്നു. നെക്സ്റ്റ് അടിക്കുമ്പോൾ അതിൽ ഐ അക്സെപ്റ്റ് ദി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കാം. അതിൽ അക്സെപ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീണ്ടും ആക്റ്റീവായി വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് കസ്റ്റം എക്സ്പ്രസ് ഉണ്ട്. അവിടെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ വേറെ ഒന്നും ചെയ്യരുത്. അതായത് കസ്റ്റമർ നെറ്റ്വർക്ക് ഓപ്ഷൻ ഒന്നും ക്ലിക്ക് ചെയ്യേണ്ട. നേരെ എക്സ്പ്രസ് നേരെ എന്ത് ചെയ്യണം, നെക്സ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ ലൈസൻസ് നമ്പർ അതേപോലെ പ്രൊഡക്റ്റ് നമ്പർ എന്ന് പറഞ്ഞ രണ്ട് കോളങ്ങൾ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ മിനിമൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വിൻഡോ ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ആ വിൻഡോ നമ്മൾ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് നമ്മൾ കൊടുക്കാം. സീരിയൽ നമ്പർ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സീരിയൽ നമ്പർ ലൈസൻസ് നമ്പറായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് ഇവിടെ 1063 0575 1585 222 ഇതാണ്. അപ്പോൾ നമുക്കിവിടെ കൊടുക്കാം. ഓക്കെ, ഓരോന്നായിട്ട് ഞാനിവിടെ കൊടുക്കുകയാണ്. ഫസ്റ്റ് 1061 കോപ്പി പേസ്റ്റ് ചെയ്താലും മതി. അപ്പോൾ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് കോളം ഞാൻ ഫില്ല് ചെയ്യുന്നു. വീണ്ടും നെക്സ്റ്റ്. ഓക്കെ, അതെല്ലാം നിങ്ങൾക്ക് പിന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് 1585. ഓക്കെ, നെക്സ്റ്റ് 222 019 147. ഓക്കെ, അപ്പം ഞാൻ അതും ഇവിടെ എന്ത് ചെയ്തു, ആക്റ്റീവ് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, വീണ്ടും നെക്സ്റ്റ് ഇൻസ്റ്റാൾ. പിന്നെ ചോദിക്കുന്നത് ഇൻസ്റ്റാൾ ആണ്. ഇൻസ്റ്റാൾ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മൾ പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ ഏകദേശം ലാസ്റ്റ് ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ കുറച്ച് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് കംപ്ലീറ്റ് ഇവിടെ പ്രോഗ്രസ് ഇത് കംപ്ലീറ്റ് ആവോളം ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ, അത് കംപ്ലീറ്റ് ആയി. നമ്മൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ആ ഒരു പ്രോസസ്സ് നമുക്ക് കംപ്ലീറ്റ് ആയി. വീണ്ടും അടുത്ത പ്രോസസ്സ് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഫിനിഷ് ചെയ്യാനുള്ള ഒരു വിൻഡോ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിൻഡോയിൽ നമുക്ക് രണ്ട് പ്രത്യേക ഓപ്ഷൻസ് കാണാം. ഓപ്പൺ ക്വിക്ക് ബുക്ക്, അതുപോലെ ഹെൽപ്പ് മീ സ്റ്റാർട്ട്സ്. ഈ രണ്ട് ഓപ്ഷൻസും നമ്മൾ ഒഴിവാക്കണം, അതായത് ടിക്ക് അൺടിക്ക് ചെയ്യണം. ഇത് നേരിട്ട് നമ്മൾ ഇത് ചെയ്യാതെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ക്വിക്ക് ബുക്ക് ആകെ ഒരു പക്ഷേ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ ട്രയൽ വേർഷനായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസ് നമ്മളിവിടുന്ന് ഒഴിവാക്കിയിട്ട് ഫിനിഷ് ചെയ്യുക. എന്നിട്ട് ഓപ്പൺ ചെയ്യരുത്. ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ഫിനിഷ് ചെയ്യുക. ഈ രണ്ട് ടിക്ക് ഇവിടെയുള്ള ഈ രണ്ട് ടിക്ക് ഉണ്ടാവും, അത് അൺടിക്ക് ചെയ്യുക. ടിക്ക് ഒഴിവാക്കിയിട്ട് ഫിനിഷ് ചെയ്യുക. ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, നേരെ ക്വിക്ക് ബുക്ക് ഓപ്പൺ ചെയ്യരുത്. ക്വിക്ക് ബുക്ക് ഓപ്പൺ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിലുണ്ടാവും AC പാച്ച്. നമ്മളെ സോഫ്റ്റ്വെയറിൻ്റെ കോപ്പിയിൽ ഫയലിലുണ്ടാവും എന്ത് AC പാച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അത് ഓപ്പൺ ചെയ്തിട്ട് ആദ്യമേ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് യെസ് കൊടുക്കുക. എന്നിട്ട് ഇൻസ്റ്റാൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ എന്തായിട്ടുണ്ടാവും, അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ക്വിക്ക് ബുക്ക് ഫയൽ ഓപ്പൺ ചെയ്യാൻ. ഇനി നമുക്ക് ക്വിക്ക് ബുക്ക് ഫയൽ നമുക്ക് പെട്ടെന്ന് കിട്ടും, ക്വിക്ക് ബുക്കിൻ്റെ ഫയൽ. ഓക്കെ, പിന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ്. നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ വന്നിട്ടുണ്ട് ക്വിക്ക് ബുക്ക്. ഇതവിടെ ക്വിക്ക് ബുക്ക് പ്രോ പ്ലസ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതിന് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യും, ക്വിക്ക് ബുക്ക് ഓപ്പൺ ആയിട്ട് മാറും. ഓക്കെ, ഓക്കെ, ഇപ്പോൾ ക്വിക്ക് ബുക്കിൻ്റെ ഓപ്പൺ ചെയ്യാനുള്ള വിൻഡോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്വിക്ക് ബുക്ക് സോഫ്റ്റ്വെയർ എന്ത് ചെയ്യേണ്ടത്, ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.